ഇന്നത്തെ പണി കുറച്ച് കുരുമുളകിന്റെ തൈകളൊക്കെ നട്ടുകൊടുക്കാണ്. നമ്മൾ പോളിയാൽത്തിയ മരത്തിനടിയിൽ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുറെ ദിവസമായിരുന്നു. നമ്മൾ അതിൽ കുമ്മായൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ച് 2 ആഴ്ച കഴിഞ്ഞ് നടാന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തുലാമഴ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയല്ല, അപ്പം കുഴികളൊക്കെ ഒന്ന് തൂർന്നു പോയിട്ടുണ്ട്, മണ്ണ് അങ്ങോട്ട് തന്നെ വീണിട്ട്. അപ്പൊ ആദ്യം തന്നെ നാസർക്ക് എന്ത് ചെയ്യാത്ത മണ്ണുകളൊക്കെ ഒന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൈകളൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണം. ഈ ഒരു മഴ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തൈകളൊക്കെ നടാൻ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതിൽ നട്ട് കഴിഞ്ഞാൽ വേരുകളൊക്കെ അല്ല പിടിച്ചോളും. ഇപ്പൊ തുലാം 10 ഇനി അങ്ങോട്ട് മഴ മാറിക്കഴിഞ്ഞാലും പണിയാവും. അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, ഇതിലിടാനുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ആട്ടിൻ കാഷ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പോയി അത് എടുത്തിട്ട് വരാം. നാസർക്ക് അപ്പത്തേക്ക് എല്ലാം ഒന്ന് മണ്ണ് നീക്കാം കേട്ടോ, വലിയ ആഴം വേണ്ട, ആ വീണ മണ്ണ് മാത്രം ഒന്ന് എടുത്താൽ മതി. ഒന്ന് മാറ്റിയിട്ടായി നമുക്ക് പോയിട്ട് ഇനി വളം എടുത്തിട്ട് വരാം. ട്രോളിയിൽ എടുത്തു കൊണ്ടുപോവാ വളം. ഇത് നമ്മള് ആട്ടിൻകാഷ്ടം മിക്സ് ചെയ്തൊക്കെ വെച്ച് മുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു. നമ്മൾ ഇതിന് കുമ്മായിട്ട സമയത്ത് അന്ന് നമ്മൾ റെഡിയാക്കി വെച്ച വളാട്ടത്. ചാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ആട്ടിൻകാഷ്ടവും ട്രൈക്കോഡർമിയും ഒക്കെ നല്ല മിക്സ് ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നനച്ച് 2-3 വട്ടം ഇളക്കിയൊക്കെ മറച്ചൊക്കെ ഇട്ടതാണ്. പിന്നെ ഇനി മാറ്റി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയാലോ. ചാക്കൊക്കെ ഇട്ടത് ഇവിടെ നമ്മളെ ഗപ്പിയുടെ ടാങ്കിന്റെ സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലത്തല്ലേ ട്രൈക്കോഡർമൊക്കെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഒക്കെ നല്ല നല്ല മിക്സ് ആയിട്ടുണ്ട്. ഈ വേഗം തന്നെ നമുക്കിത് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇത് അതിനുള്ള കറക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് നടാനുള്ള കുഴിയിലേക്കുള്ള ഏകദേശം കറക്റ്റ് വളമായിരിക്കും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത വളമാണ്. അന്ന് ഇതിന് കുറെ ഇലയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇലയൊക്കെ കറക്റ്റ് ഇതിലോട്ട് ലഭിച്ചു പോയിട്ടോ. കുറച്ച് പ്ലാവിൻ്റെ ഇലയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടെന്ന് അന്ന് നമ്മൾ വീഡിയോ പറഞ്ഞു, നമ്മൾ എടുത്ത വളത്തിൽ. അതൊക്കെ നല്ല ഇതിലേക്ക് പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ വളമായിട്ടുണ്ട് കേട്ടോ. കുരുമുളകിനൊക്കെ ഏറ്റവും നല്ലത് ആട്ടിൻകാഷ്ടം തന്നെയാണ്. പിന്നെ നമ്മൾ ട്രൈക്കോഡർമയും കൂടെ ഇട്ടതുകൊണ്ട് ഇതിനൊക്കെ വേരുകളൊക്കെ കറക്റ്റ് വേഗം പിടിച്ചു കിട്ടിക്കോളും. നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കൂടുതലല്ലേ തൈകൾ ഉള്ളത്, ഇത് മണ്ണിക്ക് വെക്കുമ്പോൾ തന്നെ വേഗം പിടിച്ചു. ഇപ്പം ഈ മഴത്തെ വേര് പിടിക്കാനൊക്കെ നല്ലത് കേട്ടോ. ഇന്നത്തെ ഒരു മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്, രാവിലെ തന്നെ മഴയാണ്, പക്ഷെ കനം കുറവുണ്ട് മഴയ്ക്ക്. ഒരു ലൈറ്റ് ആയിട്ടുള്ള മഴ പെയ്തുകൊണ്ടേ നിൽക്കുക, പക്ഷെ ഒരു ഗ്യാപ്പ് തരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നട്ടു കൊടുക്കാൻ വെച്ചാൽ. ഇനിയിപ്പോ മഴയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ ഈ തൈകളൊക്കെ നമ്മള് നനച്ചു കൊടുക്കേണ്ടി വരും വേനലാകുമ്പോൾ. ഇപ്പത്തേക്ക് നല്ല വേരാണ്ട് പിടിച്ചു കഴിഞ്ഞാല് വേനലില് പെട്ടെന്നൊന്നും അങ്ങനെ വാടിപ്പോവില്ല, ചെറിയൊരു നനവൊക്കെ മതിയാവും. അങ്ങനെ എന്നും നനച്ചു കൊടുക്കേണ്ടി വരില്ല. അപ്പൊ വൈകി കഴിയുന്നതനുസരിച്ച് ഇനി വേരുകൾ പിടിക്കാൻ ബുദ്ധിമുട്ടാവും. എതിർത്തിന് നേരെ അങ്ങോട്ട് പോവാം. കറക്റ്റ് നമുക്ക് ഒരു ട്രോളി വളമുണ്ട്. ഇപ്പൊ ഒന്ന് വെളിച്ചത്തേക്ക് വന്നിട്ട് അവിടെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് ഇരുത്തേനു. ഇതിൽ നോക്ക് മണ്ണീര നോക്കുക, ഇഷ്ടം പോലെ മണ്ണീരുണ്ട്. ഇതുപോലത്തെ മണ്ണീരകളൊക്കെ നല്ല ഉണ്ട്. നല്ല നമ്മൾ ട്രൈക്കോഡർമ മിക്സ് ചെയ്തപ്പോൾ ഇതോ മണ്ണീര നോക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. വളം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നാസർക്ക് അവിടെ കുഴികളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടാവും, മണ്ണ് അടഞ്ഞു പോയതുകൊണ്ട്. അല്ലെങ്കിൽ നേരെ കൊണ്ടുപോയി വളട്ട് ഒരുപാട് സ്പീഡാക്കിയിരുന്നു. എല്ലാത്തിനും കൊണ്ടുപോയി വളട്ട് കഴിഞ്ഞാൽ വേഗം തൈകൾ കൊണ്ടുവരാം. ഇപ്പൊ മഴ ഒന്നും നിന്നിട്ടുണ്ട്. ഈ നടുന്ന സമയത്ത് മഴ പെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാവും, അങ്ങനെ ഭയങ്കര ചെളിയാവും. ഇനി ഞാൻ പറഞ്ഞില്ലേ, കനം കുറഞ്ഞ മഴ ആയതുകൊണ്ട് വെള്ളം നല്ല കെട്ടിയിരിക്കും, ഒലിച്ചു പോകുന്നൊന്നുമില്ല, നിന്ന് പെയ്യല്ലേ. ഇന്ന് ചെടികൾക്കൊക്കെ രാസവളം ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു കാലാവസ്ഥ കേട്ടോ. നമ്മള് കാപ്പിക്കോ തെങ്ങിനൊക്കെ വളം ഇട്ട് കൊടുത്താൽ കറക്റ്റ് പിടിച്ചോളൂ. നമ്മുടെ പുൽകൃഷിയിൽ പുല്ല് നട്ടിട്ട് ഇപ്പൊ മുളയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ 50 സെന്റ് പുൽകൃഷി ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് ചെയ്തില്ലല്ലോ. അപ്പൊ അതിൽ നീ ഫസ്റ്റ് ഒന്ന് യൂറിയ ഇട്ട് കൊടുത്താലൊക്കെ പുല്ലൊക്കെ നല്ല സെറ്റ് ആവും. നാളെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കിട്ടിയാല് വേഗം അവിടെ പോയിട്ട് യൂറിയ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ കുഴിയിലും വെച്ചിട്ട് വളം ഇടാനായിട്ട് ഇങ്ങനെ ഈ കുഴിയിൽ വളം കൊണ്ടിട്ട് കൊടുത്തേ. നാസർക്ക് 2 വെച്ചിടല്ലേ? ആ നമുക്കിതാ ഇതിന് 2 കോരിയിട്ട് ഇട്ട് കൊടുക്കാം. 2 വട്ടായിട്ട് ഇതിന് 2 കോരി എടുത്താൽ ഏകദേശം റെഡിയാ. ഒരു മഴ കുറവുണ്ട്, നമുക്ക് വേഗം ഇതിട്ടിട്ടേ തൈകൾ എടുത്തിട്ട് വരാം. എല്ലാ കുഴിയും കഴിഞ്ഞല്ലേ? ഇത്ര വെച്ചിടാം. നല്ല മണ്ണീരുണ്ട് കേട്ടോ, അതിൽ മിക്സ് ചെയ്തേ നല്ല മണ്ണീര വന്നിട്ടുണ്ട്. നമ്മളെ ട്രൈക്കോഡർമ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. നല്ല മണ്ണീരകൾ എന്തായാലും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇലയൊക്കെ ഉണ്ടായിരുന്നു, ഇലയൊക്കെ തെളിച്ചുവല്ലോ. ഇഷ്ടംപോലെ നമ്മളെ എടുത്ത സമയത്ത് കുറെ പ്ലാവിൻ്റെ ഇല ഉണ്ടായില്ല, ഇത് കോരിയിട്ട സമയത്ത് അതൊക്കെ ഇതിലേക്ക് നല്ല അലിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ എന്നാലേ ഇത് വെട്ട് തീർത്തിട്ട് തൈകൾ എടുത്തിട്ട് വരാം. ഇപ്പൊ മഴ കുറവുണ്ട്, നമുക്ക് വേഗം നട്ടു കൊടുക്കാം. അപ്പൊ നിങ്ങളിത് ഇട്ടോളി, ഞാൻ പോയിട്ട് തൈകളൊക്കെ എടുത്തിട്ട് വരാം. ഇപ്പൊ നാസർക്ക് അങ്ങനെ വളട്ട് പോകുന്നുണ്ട്, ഇനി വേഗം പോയിട്ട് തൈ എടുത്തിട്ട് വരാം. ഒരു കാര്യം മറന്നുപോയി, ട്രോളി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി, കുറച്ച് ദൂരം ഉണ്ട്, നമുക്ക് കൊട്ടയിലെടുത്ത് കൊണ്ടുപോകാം തൈകൾ. അധികം തൈകളൊന്നും കുറച്ച് തൈകളല്ലേ ഉള്ളൂ. വഴിയൊക്കെ നോക്കി ഫുള്ള് വൃത്തിയേടല്ല, വെള്ളം കെട്ടിയിരിക്കുകയാണ്. ഈ ഒരു മഴ പെയ്താൽ ഒലിച്ചു പോലെ വെള്ളമൊന്നും. പിന്നെ നമ്മുടെ സ്ഥലമൊക്കെ നല്ല നിരന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ടാട്ടോ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നത്. ഇനി എന്തായാലും ഇത് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും, വെള്ളമൊക്കെ വലിഞ്ഞോളും.
ഓക്കെ, കിട്ടുന്ന മഴയൊക്കെ നല്ല തന്നെയാണ്, നല്ല ഭൂമിയിൽ ഇറങ്ങുന്ന മഴയാണത്. അപ്പൊ അതാ തൈകൾ എടുക്കാൻ കൊട്ടെടുത്തിട്ടുണ്ട്, ഇതിലെടുത്ത് കൊണ്ടുപോവാം. ഈ തൈകളൊക്കെ ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ, നമ്മൾ കുഴിയെടുത്ത സമയത്തൊക്കെ കാണിച്ചിരുന്നു. റെയിൻ ഷെൽറ്ററിന് എടുത്തിട്ട് ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചാണ്. ഇതിന്റെ ഒപ്പമുള്ള തൈകളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പോളിയാൽത്തിയ മരത്തിൽ നടുന്നതായതുകൊണ്ടും പിന്നെ അതിന്റെ ഷെയ്ഡൊക്കെ ഒഴിവാക്കാൻ വൈകിയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് കുരുമുളക് നടന്നിട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കും ഇപ്പൊ കുരുമുളക് അധികം ആരും നടാത്തൊരു സമയമാട്ടോ ഈ ഒരു സമയം. നമ്മളെന്തായാലും നനച്ചു കൊടുക്കും ചെയ്യാം. പിന്നെ നമ്മൾ പറയില്ല, ആ മരത്തിന് നട്ടാൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ മാറ്റി വെച്ചത്. എന്തായാലും വേനലാകുമ്പോൾ തുടക്കത്തിൽ തന്നെ നനച്ചു കൊടുക്കേണ്ടി വരും. ഈ സമയത്ത് നട്ടാലും ഇനി മഴക്കാലത്ത് നട്ടാലൊക്കെ വേനലിൽ വള്ളികൾക്ക് നല്ല നനവ് വേണം. ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ, നമ്മൾ വേരൊക്കെ ഒന്ന് റെഡിയായി വരുന്നവരെ വള്ളികൾ നട്ടാൽ ഇത് കണ്ടില്ലേ നല്ല പടർന്നിട്ടുണ്ട്. ഇതിന്റെ ഒപ്പമുള്ളൊക്കെ മരത്തിനെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വേറെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അതിനൊക്കെ വളം ഇട്ട് കൊടുക്കണം, അതിനൊക്കെ ആട്ടിൻകാഷ്ടം വേപ്പ് മുണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ ഇനി കാണിച്ചിട്ടുണ്ട്. കൂടുതൽ എടുക്കുന്നില്ല, നമ്മൾ എടുത്തു പോകണ്ടേ. വരുമ്പോൾ ട്രോളി എടുത്തു വന്നിട്ട് ബാക്കി തൈകൾ കൊണ്ട് എടുക്കാം. ഇതങ്ങോട്ട് ആദ്യം കൊണ്ടുപോവാം. വെയിറ്റ് ഉണ്ട്, കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ഓരോ വെച്ച തൈകളൊക്കെ ഡാമേജ് ആയിപ്പോ. അപ്പൊ നടുന്നതിന് മുന്നേ നമ്മൾ ഇട്ട വളം ഒന്നും കൂടെ മണ്ണിലേക്ക് ഇതുപോലെ ഒന്ന് കൊത്തി ഇളക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നട്ടു കൊടുക്കാനേ. ഇനി ഇവിടുന്ന് അങ്ങനെ നട്ടുപോവാ. അപ്പൊ നാസർക്ക തൈകൾ എടുക്കട്ടെ. ഇതാ ആദ്യം തന്നെ ഒന്ന് നട്ടിട്ട് ഞാൻ അങ്ങനെ ഇട്ടു പോവാട്ടോ. എല്ലാത്തിലും ബ്ലേഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യാൻ, കൂടെ കട്ട് ചെയ്യാനേ. ബ്ലേഡിന് മൂർച്ച കുറവാണ് കേട്ടോ. പുറത്തൊരു ബ്ലേഡ് കണ്ടപ്പോ ഞാൻ എടുത്തു പോന്ന. എങ്ങനെ ബിയമോള് കളിക്കാനെടുത്ത ബ്ലേഡാണ്, മൂർച്ച കുറവാ. വെച്ചിട്ട് നോക്കണം. ഇതായിരുന്നു നല്ല നനവുണ്ട്, അതുകൊണ്ടാണ്. കൂടെ അങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ മതി. നല്ല നനഞ്ഞിട്ടുണ്ട് പുറത്ത് വെച്ചോണ്ട്. മണ്ണ് വിടണ്ട. അങ്ങനെ വെച്ച് മണ്ണിട്ടെടുത്തോളൂ. ഇതാണ് നമ്മളെ കുഴി. ഇതിങ്ങനെ മണ്ണ് ഇളക്കിച്ചിട്ടുണ്ട്. ഇത് പുറത്ത് വെച്ചതുകൊണ്ടേ നല്ല വെള്ളം കുടിച്ചോണ്ട് ഇത് അയക്കുമ്പോ തന്നെ മണ്ണ് പൊടിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാം, ഓരോന്നിലും ഇങ്ങനെ തൈകൾ വെച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തൈകൾ നട്ടു കൊടുക്കുന്നത്. കറക്റ്റ് മരത്തിനോട് ഇതാക്കിയിട്ട്. ഇതിലൊക്കെ നല്ല തലപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ വലിയ മഴ ചെയ്യുമ്പോൾ കുഴിയിൽ വെള്ളം നിൽക്കും, അതൊന്നും നോക്കണം. അപ്പൊ കുറച്ച് മണ്ണ് കയറ്റി ഇട്ടോളൂ കേട്ടോ. അങ്ങനെ വലിയ മഴ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിഞ്ഞു പോയിക്കോളും. ഇവിടെ അങ്ങനെ കുറച്ച് ഉറപ്പുള്ള സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും വലിഞ്ഞു പോകും. ഞാൻ എന്ത് ചെയ്യാ, എല്ലാത്തിലേ തൈകൾ ഇട്ട് പോവാ. ഇനി കുറച്ചും കൂടെ തൈകൾ കൊണ്ടുവരണ്ട, ട്രോളി എടുത്തിട്ട് പോവാ. ട്രോളി ഇങ്ങനെ ഏറ്റി വരണ്ടല്ലോ. എല്ലാത്തിലും ഓരോ തൈകൾ വെച്ചു പോവാ. നിങ്ങൾ എന്തായാലും നട്ടു വരില്ലേ? നമുക്ക് ഇങ്ങനെ തൈകൾ ഓരോ കുഴീൻ്റെ അടുത്തും ഓരോ കൂടെ വെച്ചു പോവാ. നടാനുള്ള തൈകളൊക്കെ കൊടുന്നിട്ടോ. ഈ തൈകളൊക്കെ കണ്ടില്ലേ, ഇത്രയും പടർന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടെ നിന്ന് മാറ്റിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മരത്തിൽ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതുകൊണ്ടാണ്. ഒപ്പമുള്ള തൈകളൊക്കെ നട്ടിപ്പം മരത്തിലൊക്കെ കയറൽ തുടങ്ങി. ഇപ്പൊ തോട്ടത്തിലൊക്കെ നട്ട് കഴിഞ്ഞാണ്. അപ്പൊ ഒന്ന് റെഡിയായി വരും. ഇതിൽ നമ്മൾ പുതിയ വളമൊക്കെ കൊടുത്തതിന് മണ്ണിലേക്ക് സെറ്റായി വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാവും. അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് ഈ തൈകൾക്കൊക്കെ. ഒരു തൈ കിടക്കുന്നുണ്ടല്ലേ, അതിന്റെ തലഭാഗം അങ്ങോട്ട് തൂങ്ങിയിട്ടുണ്ട്, ഇത്രയും പടർന്നിട്ടുണ്ട്. ഇതൊക്കെ കുഴിയിലൊന്ന് വെച്ചെടുത്തിട്ട് നട്ടതൊന്ന് കാണിച്ചു തരാം. അപ്പൊ അതാ നാസർക്ക ആദ്യം നട്ടുപോയതുണ്ടല്ലേ, ഇങ്ങനെ ആക്കൂട്ടെ. നമ്മള് അടിഭാഗത്ത് വെള്ളം നിൽക്കാതെക്കാൻ വേണ്ടിയിട്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണും ചവിട്ടി ഇതുപോലെ സെറ്റാക്കി വെക്കും. കുഴിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം നിൽക്കും, അതുകൊണ്ടാണ് നമ്മൾ കുഴി തൂർത്തിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ കണ്ടില്ലേ, വള്ളി പടക്കുന്നതുകൊണ്ട് ഇത് ചെറിയൊരു കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഈ മരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കമ്പ് വെച്ചത് പിന്നെ കയറിപ്പോയിക്കോളും. അതിങ്ങനെ വള്ളികളായതുകൊണ്ടാണ് നമുക്ക് ആര് വന്നത്. ഇതിനൊക്കെ ആയി വരുന്നുള്ളൂ. ചിലതിനൊക്കെ വള്ളി പടർന്നുണ്ട്, അതിനൊക്കെ ഒരു കമ്പ് കുത്തി കൊടുക്കില്ല നാസർക്ക. കമ്പ് വെച്ചത് ഈ മരത്തിലോട്ട് കയറിക്കോളും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില് നമ്മളിത് കുരുമുളക് വെച്ചിട്ട് ഇത്ര വൈകിയതൊക്കെ പോയത് ഞാൻ പറഞ്ഞില്ല, ഈ മരത്തിൽ നടുകൊണ്ട് മാത്രമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുരുമുളക് തൈകൾ നടുന്ന സമയം എന്നല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നട്ടോളിന്ന് എന്തായാലും ഈ വീഡിയോയിൽ പറയില്ല. ഞങ്ങൾക്ക് നനയ്ക്കാനൊക്കെ സൗകര്യം ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ സമയത്ത് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യം പറയല്ലോ, പകല് കുറവ്, നമുക്ക് രാത്രി കൂടുതലാണ്. പെട്ടെന്നാണ് സമയം പോകുന്നത്. നമുക്ക് പണികൾ എടുത്തിട്ടൊന്നും ശരിക്കും കഴിയുന്നില്ല, അപ്പോഴത്തേക്കും ഇരുടായി പോവാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇനി ഫാമിലെ പണികളൊക്കെ ഉണ്ട്, പശുവിന്റെ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. നാസർക്ക അതൊക്കെ നട്ട് തീർത്തോളും. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.